കാടിൻ്റെ മക്കൾക്ക് കൂടണയാൻ ഇനി ചങ്ങാടം തന്നെ ശരണം. കുഞ്ഞുങ്ങളടക്കം ഭക്ഷ്യവസ്തുക്കളുമായി അപകടകരമായ ഒരു ചങ്ങാട യാത്ര. കുലംകുത്തിപ്പായുന്ന പുന്നപ്പുഴയിൽ ജീവൻ പണയം വെച്ച് വേണം മറുകര പറ്റാൻ. വൻ പാറക്കെട്ടുകളും പെരുങ്കയങ്ങളും ഉൾപ്പെട്ട പുഴയുടെ ഓളപ്പരപ്പ് കീറിമുറിച്ചുള്ള യാത്ര വിദ്യാർത്ഥികളെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത്. ഇത് വഴിക്കടവിലെ പുഞ്ചംകൊല്ലിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഉൾക്കാട്ടിലെ പുഞ്ചംകൊല്ലി അളക്കൽ കോളനികളിലായി 101 കുടുംബങ്ങളുടെ യാത്രാമാർഗമായ പാലം തകർന്നിട്ട് വർഷം 6 കഴിഞ്ഞു. 2019 പ്രളയത്തിലുണ്ടായ നാശം ഇന്ന് നടക്കുന്ന ഓർമ്മയാണ് ഇവർക്ക്. പാലവും ഒട്ടേറെ വീടുകളും കൃഷിഭൂമിയും പുഴയെടുത്തു. ആനമറിയിലെ സാമൂഹ്യ പ്രവർത്തകനായ ഈന്തൻകുഴിയൻ മുഹമ്മദ് അലിയും സംഘവുമാണ് പലപ്പോഴും ഇവരുടെ രക്ഷയ്ക്കെത്തുക. ഇത്തവണയും പതിവ് തെറ്റാതെ ഇവരുണ്ട്. പുന്നപ്പുഴയുടെ അപകടകരമായ ഓളപ്പരപ്പിനെ കീറിമുറിച്ചു മുന്നേറുന്ന ചങ്ങാടത്തിൽ ഇവരുടെ സാമീപ്യം ആദിവാസി സമൂഹത്തിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. പാലം പുനർനിർമ്മാണത്തിന് 4 കോടി ഉൾപ്പെടുത്തി സർക്കാരിലേക്ക് പ്രപ്പോസ് നൽകിയെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല. വീണ്ടുമൊരു കാലവർഷം പടിവാതിൽക്കലെത്തി. നിലമ്പൂർ വനാന്തരങ്ങളിലെ ഗോത്ര സമൂഹങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. ഒരു വശത്ത് ആദിവാസി ക്ഷേമത്തിൻ്റെ നിറം പിടിപ്പിച്ച കഥകൾ അധികാരികൾ പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഇടനിലക്കാരും സ്ഥിരം കരാറുകാരും ചേർന്ന് ITDP വകുപ്പിനെ തന്നെ വിഴുങ്ങുന്നു. സ്ഥലം MLAക്കും MP ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നിരിക്കെ ഇവരും മനുഷ്യരില്ലേ എന്ന ചോദ്യത്തിനെങ്കിലും അധികാരികൾ ഉത്തരം പറയേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, മലയോരം വിഷൻ, വഴിക്കടവ്.